ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ഷുദ്രജീവികളുടെ ശല്യം. അപ്പോൾ അതുകൊണ്ട് അവന്മാരെയൊക്കെ ഒന്ന് ഓട്ടിക്കാൻ വേണ്ടി വീട്ടിൽ കുറേ പാഴായ വസ്തുക്കളുണ്ട്. അതിനു വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമ്മൾ വീടുകളിൽ ഇട്ട കൃഷിയില്ലെങ്കിലും ഒരു അലങ്കാരമാണ്. പിന്നെ ഈ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു സൗണ്ട് എഫക്റ്റ്, ഒരു മ്യൂസിക് സൗണ്ട് കിട്ടും. അപ്പം നിങ്ങളും വാ, ഈ തയ്യാറാക്കുന്ന രീതി ഒന്ന് കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ അനാവശ്യമായിട്ട് കിടന്ന 2 ബിയർ കുപ്പിയാണ്, പിന്നെ ഒരു അടപ്പ്. ഇതില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെ ഒരു കാർഡ്ബോർഡോ ഒക്കെ കെട്ടിത്തൂക്കാം. പിന്നെ മഴ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് തന്നെ എടുത്തത്. പിന്നെ PVC-യുടെ വേണ്ട ഒരു പൈപ്പ് കഷ്ണം. അത് പിന്നെ PVC ഇല്ലെങ്കിൽ നല്ല ഒടിയാത്തൊരു കമ്പോ അല്ലെ വീട്ടിൽ കിടക്കുന്ന ഒരു കമ്പിയോ, അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൗണ്ട് കിട്ടാൻ വേണ്ടി വേണ്ട ഒരു കമ്പി. ഈ കമ്പിയാണ് അതിൻ്റെ സെൻട്രലിൽ നമ്മൾ ഇടുന്നത്. അതാണ് കൂട്ടിയിടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസേ ഉള്ളൂ. നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി നേരിട്ടൊന്ന് കാണാം. അപ്പം നമ്മൾ ഈ പൈപ്പിൻ്റെ സെൻറ്റർ നോക്കിയാണ് ഇത് കെട്ടുന്നത്. കാരണം കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കെട്ടി, നമ്മൾ പൈപ്പ് സെൻറ്ററിൽ കെട്ടി നമുക്ക് ഈ കുപ്പി 2 ഒന്ന് ചരടിൽ കെട്ടി റെഡിയാക്കാം. രണ്ടും ഈ കെട്ടി മാത്രമല്ല, പിന്നെ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇടുകയാണെങ്കിൽ മഴവെള്ളം വീണ വെയിറ്റ് ആവും. പിന്നെ സൗണ്ടിനൊക്കെ വ്യത്യാസം വരും. ഈ ഫ്ലോ ആവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം ഇതൊരു അടപ്പിട്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് കണക്ക് വഞ്ചി വെച്ച് അടയ്ക്കുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു കുപ്പി ദാണ്ട് റെഡിയായി. അതായത് ഇതുപോലെ തന്നെ അടുത്ത കുപ്പിയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. റാഡ് ഈ രീതിയിൽ സെൻറ്റർ നോക്കി കെട്ടണം. കാരണം ഇതിൻ്റെ അടിയിൽ നമ്മളിനി ഈ കാറ്റ് പിടിക്കാനുള്ള ഐറ്റംസ് കെട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ കുപ്പി ദാണ്ട് ഈ പൈപ്പിലോട്ട് നമ്മൾ കെട്ടാൻ പോവാ. അപ്പോൾ ഇത് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിഞ്ഞ് വരും. നമ്മൾ നോക്കുന്നത് ഒരു പിടുത്തം വേണം. കാരണം ഒരു സൈഡ് കെട്ടുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഉടക്കി ഒന്ന് ഇവിടെ വെച്ചിട്ട് പിന്നെ ഫൈനലായിട്ട് കെട്ടാം. അപ്പം രണ്ടാമത്തെ കുപ്പിയും കെട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത് നോക്കിയിട്ട് ഇതാണ്ട് ഇതിപ്പോൾ ലെവലല്ലെങ്കിൽ നമ്മൾ ഈ പൈപ്പ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അതത്തിന് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം, ലെവലാക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ആയി. അതുകൊണ്ട് ഈ റാഡ് ഇതിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇതിൻ്റെ കുപ്പിയുടെ ഒരു ഏകദേശം സെൻറ്റർ നോക്കി നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പം നമ്മൾ ഈ അടപ്പിൽ ഒരു ഊട്ടയിട്ട് ടങ്കീസ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സെൻറ്ററിൽ കെട്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ കാറ്റ് പിടിച്ച് ഈ റാഡ് അനങ്ങാനായിട്ട് ഇടുന്നത്. നമ്മൾ ഈ റാഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കി ഇത് കാറ്റ് പിടിക്കാനുള്ള ഇത് നമ്മൾ കെട്ടുക. അത് നമുക്ക് ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാറ്റ് പിടിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ വർക്ക് ഫിനിഷായിരിക്കുകയാണ്. നമ്മുടെ കൃഷിക്ക് ഒരു കാവലായിട്ടും വീട്ടിൽ ഒരു ഭംഗിക്ക് വേണ്ടിയും പിന്നെ ഇതിൻ്റെ സൗണ്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ഇത് പാഴ് വസ്തുക്കളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബായ്.